അടുത്ത ലക്ഷ്യം നിതിൻ ഗഡ്കരി എന്ന് ചിന്തിക്കാനാവുമോ? ഒരു തല വീണ് കഴിഞ്ഞു. ധർമ്മേന്ദ്ര പ്രധാൻ്റെ തല പാറ്റകൾ കൊണ്ടുപോയി. അടുത്തത് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ തലയ്ക്ക് വേണ്ടിയാണോ ഇനിയുള്ള പോരാട്ടം? രാജ്യം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതാണ്. പാറ്റ പാർട്ടി പുതിയ രൂപം കൈവരിക്കുന്നുവോ, അതോ പാറ്റ പാർട്ടി എന്ന കോക്രോച്ച് ജനതാ പാർട്ടിക്ക് CJPക്ക് പുതിയ ഒരു അവതാരമായി EJP എന്ന രൂപപരിണാമം വരുമോ, അതോ ഒരു പുതിയ മൂവ്മെൻ്റ് ആണോ EJP E20 ജനതാ പാർട്ടി? എന്താണ് E20? എഥനോൾ, E ഫോർ എഥനോൾ, 20%, 20% എഥനോൾ. അത് എഥനോൾ എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ മദ്യമാണ്. അപ്പോൾ കരിമ്പിൽ നിന്നും അല്ലെങ്കിൽ ഭക്ഷ്യ വേസ്റ്റിൽ നിന്നും അരിയിൽ നിന്നും ഒക്കെ ഉത്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു മദ്യ വിഭാഗമാണ് എഥനോൾ. എഥനോൾ ഫ്ലെയിമബിൾ ആണ്, അല്ലെങ്കിൽ അത് ഇന്ധനമായി ഉപയോഗിക്കാവുന്ന ഒന്നാണ്. അത് ആരും കയറി കുടിച്ച് കളയാതിരിക്കാൻ വേണ്ടി അതിനകത്ത് ചില അഡിറ്റീവ്സ് ചേർക്കുന്നു എന്ന് മാത്രം. അത് പെട്രോളുമായി 20%, 80% പെട്രോൾ ആൻഡ് 20% എഥനോൾ കലർത്തി ഇപ്പോൾ വിൽക്കാനുള്ള തീരുമാനം. ഇത് നമ്മുടെ കൺസ്യൂമർ റൈറ്റ്സിനെതിരാണ്. ഇപ്പോൾ പെട്രോൾ പമ്പുകളിൽ പോയി പെട്രോൾ അടിക്കുമ്പോൾ 80% പെട്രോളും 20% എഥനോളും ചേർന്ന മിശ്രിതം ആണ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. ഉപഭോക്താക്കൾക്കൊരു മുഖമില്ലല്ലോ. അപ്പോൾ അവരുടെ വിഷയം ഒരു രാഷ്ട്രീയ കക്ഷിയും ആ രീതിയിൽ ഏറ്റെടുത്ത് നടക്കുന്നില്ല. അവരെക്കുറിച്ച് പല പാർട്ടികളും, പ്രതിപക്ഷ പാർട്ടികൾ അഭിപ്രായങ്ങൾ പറയുന്നു എന്നല്ലാതെ ഒരു പ്രക്ഷോഭം നയിക്കാൻ ആരും ആകാത്തപ്പോൾ ഒരിക്കൽ കൂടി പാറ്റ പാർട്ടിയുടെ പുതിയ ഒരു വകഭേദം വരികയാണ്. ഇത് പാറ്റ പാർട്ടി തന്നെയാണ്, DNA സെയിം, പക്ഷേ അതിൻ്റെ ഒരു പുതിയ വകഭേദം. ഓരോ പ്രക്ഷോഭങ്ങളും ഏറ്റെടുത്ത് തങ്ങളിതാ ജനപക്ഷത്ത് നിൽക്കുന്നു. രാഷ്ട്രീയ കക്ഷിയല്ല, രാഷ്ട്രീയ കക്ഷിക്ക് കടന്നു കയറാനാവാത്ത ഇടങ്ങളിലേക്ക് തങ്ങൾ പാറ്റകൾക്ക് കടന്നു കയറാനാവും. അതുകൊണ്ട് കോക്രോച്ച് ഇപ്പോൾ E ആയി മാറുന്നു. C മൂവ്സ് into E എന്ന് പറഞ്ഞാൽ അതും ആളുകളെ ബാധിക്കുന്നതാണ്. അതും മധ്യവർഗത്തെ. പെട്രോൾ എന്ന് പറയുമ്പോൾ എല്ലാവരും ബാധിക്കുന്നു എന്ന് തോന്നാമെങ്കിലും പൊതുവെ മധ്യവർഗം ഉപയോഗിക്കുന്ന ഇന്ധനം ആണ്. വ്യാവസായിക ആവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായി വാഹനങ്ങൾക്ക് പലപ്പോഴും ഈ പെട്രോളൊക്കെ ഉപയോഗിക്കുന്ന 2 വീലേഴ്സ്, ചെറിയ കാറുകൾ, അങ്ങനെയൊക്കെയാണ് പെട്രോൾ ഉപയോഗിക്കുന്നത്. അപ്പം ഈ പെട്രോൾ, ശുദ്ധമായ പെട്രോൾ ലഭിക്കാനുള്ള അവസരം, എഥനോൾ കലർത്തി പെട്രോൾ വിറ്റോളൂ. പക്ഷേ പെട്രോൾ ബങ്കുകളിൽ പെട്രോൾ ആൻഡ് എഥനോൾ കലർന്ന പെട്രോൾ, ഈ രണ്ടും സമാന്തരമായി വിൽക്കപ്പെടാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം ഇതാ തുടങ്ങി വെച്ചിരിക്കുന്നു കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഇപ്പോഴത്തെ രൂപം. ഒരു വിജയം അവരുടെ ബെൽറ്റിലുണ്ട്. അതുകൊണ്ട് ഫർദർ വിജയങ്ങൾ സാധിക്കും. ഇനി നമുക്ക് അവലോകനം ചെയ്യാം. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, എന്തിലേക്കാണ് നീങ്ങുന്നത്? അപ്പം നീങ്ങുന്നത് നിതിൻ ഗഡ്കരിയുടെ കുടുംബത്തിലെ 2 പേർ, അത് മറ്റാരുമല്ല, മക്കളാണ്. ഈ പഞ്ചസാര ഉത്പാദന കേന്ദ്രങ്ങളിൽ അവർക്ക് വലിയ ഓഹരി പങ്കാളിത്തമുണ്ട്, ഉടമസ്ഥാവകാശമുണ്ട്. അപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി പഞ്ചസാരയിൽ നിന്ന്, അതായത് കരിമ്പ് നീരിൽ നിന്നുമാണല്ലോ, കരിമ്പ് പ്രോസസ്സ് ചെയ്താണല്ലോ എഥനോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കരിമ്പ് കമ്പനിയുമായി ബന്ധമുള്ള മഹാരാഷ്ട്രയിലാണല്ലോ കരിമ്പ് ലോബിയൊക്കെ വളരെ സജീവം. മഹാരാഷ്ട്രയിൽ വലിയ തോതിലുള്ള കരിമ്പ്. അപ്പം നമുക്കറിയാമല്ലോ, ഈ ശരത് പവാറിൻ്റെയൊക്കെ NCP ഒക്കെ ഷുഗർ കോഓപ്പറേറ്റീവ്സുമായി എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു. മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയം അങ്ങനെയാണ്. അപ്പം നിതിൻ ഗഡ്കരിയും ആ ഭാഗത്തുനിന്ന്, നാഗ്പൂർ ഭാഗത്തുനിന്ന് കടന്നു വരുന്നയാളല്ലേ. അദ്ദേഹത്തിൻ്റെ ബിസിനസ് ബന്ധം, അദ്ദേഹം വളരെ മൈൽഡായ ഒരാളാണ്. ഈ കുട്ടികളുമായി ചർച്ച ചെയ്യാൻ വേണ്ടി BJP നിയോഗിച്ചത് ഗഡ്കരിയാണ്. അദ്ദേഹത്തിന് സ്മൂത്ത് ഓപ്പറേറ്ററാണ്. വലിയ തീവ്ര റാഡിക്കൽ ഹിന്ദുത്വ വികാരമൊന്നുമുള്ള ആളല്ല. പൊതുവേ ഒരു മിതവാദിയായി അറിയപ്പെടുന്ന ഒരാളാണ്. മാന്യനാണ്, പൊതുവെ ജെന്റിൽമാനാണ്. അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് വേണ്ടി അദ്ദേഹം ഈ സാഹസം കാട്ടുന്നു. അങ്ങനെ കാട്ടുമ്പോൾ അവിടെ ഉപഭോക്താക്കളായ പെട്രോൾ ഉപഭോക്താക്കൾ വഞ്ചിക്കപ്പെടുന്നു. 4 ഡയമെൻഷണൽ വഞ്ചിക്കലാണ്. ഒന്ന്, വാഹനങ്ങളുടെ മൈലേജ് കുറയുന്നു. മനസ്സിലാക്കാം. അത് അവർ പറയും ഒരു പകുതിയോളം മൈലേജ് കുറയുന്നു. അത് തെറ്റാണ്. ശാസ്ത്രീയമായ പഠനങ്ങൾ അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ കാട്ടുന്നത് 1% മുതൽ 7% വരെ മൈലേജ് കുറയുന്നു എഥനോൾ ചേർത്ത പെട്രോൾ ഉപയോഗിക്കുമ്പോൾ.
പ്യുവർ പെട്രോൾ ഉപയോഗിക്കുന്നതിനേക്കാൾ വെൻ അതർ തിങ്സ് റിമെയിൻ ഈക്വൽ, മറ്റു കാര്യങ്ങളെല്ലാം കറക്റ്റാണെങ്കിൽ ഒരു 7% വരെ കുറവ് പ്രതീക്ഷിക്കാം. അത് അത്ര വലിയൊരു കുറവാണോ എന്ന് ചോദിച്ചാൽ സെൻസിറ്റീവാണ്. ഫ്യൂവൽ പ്രൈസസ് വളരെ സെൻസിറ്റീവാണ് അല്ലേ. 100 രൂപയിൽ കൂടുതലല്ലേ പെട്രോൾ ഡീസൽ വില. അപ്പോൾ അത് വളരെ സെൻസിറ്റീവാണ്. അതൊന്ന്. 2, ഇന്ധന ടാങ്കുകൾ തുരുമ്പ് പിടിക്കുന്നു. ഇത് പ്യുവർ പെട്രോൾ ആണെങ്കിൽ അത് സംഭവിക്കില്ല, പക്ഷേ ഇത് മായം പോലെയാണ്. മറ്റൊരു വസ്തുവാണ് ഇത്, എഥനോൾ, ജൈവ വസ്തുവല്ലേ. അപ്പോൾ അത് ചേർക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകാൻ സാധ്യതയുള്ള കൊറോഷൻ ലെവൽ, വാട്ടർ വേപ്പറൈസേഷൻ ഒക്കെ സംഭവിക്കുമ്പോൾ അവിടെ തുരുമ്പ് സംഭവിക്കുന്നു. അപ്പോൾ ഇന്ധന ടാങ്കുകൾ ദ്രവിച്ചു പോകുന്നു, എൻജിൻ ഘടകങ്ങൾക്ക് കംപ്ലൈൻറ്റ് ഉണ്ടാകുന്നു. അപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തരംഗമായി തന്നെ എൻജിനാകപ്പെടെ ഒരു ബെൻസ് കാറിൻ്റെ എൻജിനൊക്കെ അങ്ങ് അപ്സെറ്റായി എന്ന രീതിയിൽ വൻ പ്രചരണമുണ്ടായി. പക്ഷേ അത് ആ കാരണത്താലല്ല എന്ന് ബെൻസ് കാർ കമ്പനി, മെഴ്സീഡീസ് ബെൻസ് കാർ കമ്പനി അത് തെളിയിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഒരു ഫിയർ സൈക്കോസിസ് അവിടെ ഉണ്ടായി. ഇനി 2020 മുൻപ് ഉണ്ടാക്കിയ പഴയ കാറുകൾ എത്തനോൾ ബ്ലെൻഡിങ്, ഇത് ബ്ലെൻഡിങ് ആണല്ലോ, പെട്രോൾ എത്തനോൾ ബ്ലെൻഡഡ് സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത ഒരു കാലത്ത് നിർമ്മിക്കപ്പെട്ട കാറുകൾക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ്. അതിൽ ലേശം സത്യമുണ്ട് എന്നത് നമുക്ക് പറയാം. മാത്രമല്ല ഉറുമ്പരിക്കുന്നു എന്നാണ് പറയുന്നത്. എത്തനോൾ ചേർത്ത പെട്രോൾ അടിക്കുമ്പോൾ അത് അവിടെ പറ്റിപ്പിടിച്ചിരിക്കുന്നിടത്ത് ഉറുമ്പുകൾ വരുന്നു. ഇതൊക്കെ ഒരു പക്ഷേ നിറം പിടിപ്പിച്ച കഥകളാകാം. അതിനുള്ള സാധ്യത വളരെ കുറവ്. ഇതിനകത്ത് അഡിറ്റീവ്സ് ഉള്ളപ്പോൾ ഉറുമ്പുകളെയൊക്കെ റിപ്പൽ ചെയ്യാൻ സാധ്യതയുള്ള ഘടകങ്ങൾ കൂടി ചേർത്താണത്. അപ്പോൾ അതുകൊണ്ട് സത്യവിരുദ്ധമായ കാര്യങ്ങളും സത്യസന്ധമായ കാര്യങ്ങളും എല്ലാം ചേർന്നുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു ആശയക്കുഴപ്പം ഉണ്ടായി. അതുമാത്രമല്ല, ഇതുണ്ടാക്കാൻ എഥനോൾ ഉണ്ടാക്കാൻ വേണ്ടി ഈ ഫെർമെൻറ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ ഘട്ടത്തിൽ വലിയ രീതിയിലാണ് 1 ലിറ്റർ എഥനോൾ ഉണ്ടാക്കാൻ 100 ലിറ്റർ ജലം വേണം. ചിലർ പറയുന്നു 1000 ലിറ്റർ ജലമാണ് ഉപയോഗിക്കുന്നത്. ആ രീതിയിലുള്ള നിറം പിടിപ്പിച്ച കഥകളും വരുന്നു. അത് പൂർണ്ണമായി തെറ്റാണ്. 5 ലിറ്റർ 1 ലിറ്റർ എഥനോൾ ഉൽപ്പാദിപ്പിക്കാൻ 5 ലിറ്ററോളം വെള്ളം ആവശ്യമായി വരും എന്ന് പല പഠനങ്ങളും പറയുന്നു. അത് മാത്രമല്ല, വെള്ളത്തിൻ്റെ ഉപയോഗം അങ്ങനെയല്ല കണക്കാക്കുന്നത്. കരിമ്പ് കൃഷി എന്ന് പറയുന്നത് ഏറെ ജലം ആവശ്യമുള്ളൊരു കൃഷിയാണ്. ജലസമ്പന്നമായ സ്ഥലങ്ങളിലേ അത് പറ്റൂ. അപ്പം ജലം നല്ലപോലെ വേണം. കരിമ്പ് നല്ല രീതിയിൽ ഉപരിതലത്തിലെ ജലം ഊറ്റിയെടുക്കും. അതുകൊണ്ട് ആ രീതിയിൽ നോക്കുമ്പോൾ ഒരുപക്ഷെ ഈ ആരോപണങ്ങൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കരിമ്പ് കൃഷി വ്യാപിപ്പിക്കാൻ നല്ലതാണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കർഷകർക്ക് ജോലി കിട്ടുന്നു. കർഷകർ അവരുടെ വിളവിന് ന്യായമായ വരുമാനം ലഭിക്കുന്നു. പെട്രോൾ വില ഭീതിതമായ രീതിയിൽ കൂടി പോകുമ്പോൾ നിശ്ചിത ശതമാനം 20% എഥനോൾ കലർത്താനാവുമ്പോൾ 20% കുറച്ച് പെട്രോൾ വാങ്ങിയാൽ മതി, അല്ലെങ്കിൽ അത്രയും കുറച്ച് ക്രൂഡ് ഓയിൽ വാങ്ങിയാൽ മതി. ക്രൂഡ് ഓയിലിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണല്ലോ പെട്രോൾ, ശുദ്ധീകരിച്ചുണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ പ്രഷ്യസ് ഫോറിൻ എക്സ്ചേഞ്ച് ലാഭിക്കാൻ കഴിയും. കർഷക ലോബിയുടെ വലിയ പിൻബലം ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കണം. ഒരു ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും നോക്കിയാണ് ഒരു തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ ഇതിലൊരു അവസരം കോക്രോച്ച് ജനതാ പാർട്ടി കണ്ടു. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് കൃത്യമായിട്ട് പറയാനാവില്ല, EJP എന്നാണ് അവരിപ്പോൾ പറയുന്നത്. E20JP. അവരിപ്പോൾ 4-ാം തീയതി, ഓഗസ്റ്റ് മാസം 4-ാം തീയതി പാർലമെൻറ്റ് മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരു പാർലമെൻറ്റ് മാർച്ചിൻ്റെ എൻ പ്രോഡക്റ്റായി ഒരു മന്ത്രി വീണു. അല്ലെങ്കിൽ ജന്തർ മന്ദറിലെ സമരം കഴിഞ്ഞപ്പോൾ ഒരു മന്ത്രിയുടെ കുറ്റി തെറിച്ചു. അടുത്ത മന്ത്രി നിതിൻ ഗഡ്കരി, അവരോട് നേരത്തെ ചർച്ചയ്ക്ക് തന്നെ പോയ നിതിൻ ഗഡ്കരിയെ ആവുമോ ലക്ഷ്യം വയ്ക്കുന്നത്? അതാണ് ചോദ്യം. അതവിടെ നിൽക്കുമോ? എൻ്റെ ഒരു ചിന്ത പോകുന്നത് ഇങ്ങനെയാണ്. കണ്ടിന്യൂവസ് അജിറ്റേഷൻ, നോൺ പൊളിറ്റിക്കൽ ഫോർമേഷൻ, ഒരു പൊളിറ്റിക്കൽ പാർട്ടി രൂപപ്പെട്ടിട്ടില്ലാത്ത, കൃത്യമായ കണക്കുകളൊന്നും ബോധിപ്പിക്കേണ്ടാത്ത നോൺ പൊളിറ്റിക്കൽ അജിറ്റേഷൻസിൻ്റെ ഒരു വലിയ ഒരു സമുച്ചയം ഇനി നമ്മളെ കാത്തിരിക്കുന്നുണ്ടോ? ഒരു വലിയ നമ്പർ ഓഫ് അജിറ്റേഷൻസ്. ഇങ്ങനെ രാജ്യത്തെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. രാഷ്ട്രീയ കക്ഷികളിൽ പൊതുവെ ഒരു മടുപ്പുണ്ട്. ഇപ്പോൾ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് രാഷ്ട്രീയ കക്ഷികൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ മുന്നോട്ട് പോകാനാവില്ല. അവർക്ക് ആ പ്രക്ഷോഭം വിജയിക്കുന്നതിനേക്കാൾ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുന്നതിലാണ് താല്പര്യം എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഈ പുതിയ തലമുറ, ജെൻസി, ഇത് പ്യുവർലി പെട്രോൾ എന്ന് പറഞ്ഞാൽ ജെൻസി വിഷയം മാത്രമല്ല, എല്ലാവരും ഉപയോഗിക്കുന്നൊരു പ്രോഡക്റ്റാണ് പെട്രോൾ. എല്ലാവരും ഉപയോഗിക്കുന്നു, സാധാരണക്കാരും അല്ലാത്തവരും ഉപയോഗിക്കുന്നു. അപ്പോൾ അവിടെ ഒരു പരിഹാരം, അപ്പോൾ നയപരമായ ഗവൺമെൻറ്റിന് നയപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പൊതുജന അഭിപ്രായം കൂടി കരുതേണ്ടി വരും എന്നതിൻ്റെ സൂചനയല്ലേ? ഇപ്പോഴത്തെ നിലയിൽ മൃഗീയമായ ഭൂരിപക്ഷം മാൻഡേറ്റിലൂടെ കൊടുത്തു കഴിഞ്ഞാൽ, ഒരിക്കൽ അധികാരത്തിൽ വന്നാൽ പിന്നെ 5 വർഷം ഇഷ്ടമുള്ളതുപോലെ നിയമനിർമ്മാണം ഉണ്ടാക്കി ഇഷ്ടമുള്ള നയങ്ങളുമായി തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാമെന്ന
ഭരണകൂടത്തിൻ്റെ അഹന്ത അതിനെ നിരന്തരമായി ചോദ്യം ചെയ്യുന്ന രീതിയിൽ പൊതുജനപ്രക്ഷോഭം ഇങ്ങനെ പല രൂപത്തിൽ CJP, ഇപ്പോൾ EJP, നാളെ മറ്റൊരു JP, ഇങ്ങനെ ജനതാ പാർട്ടികൾ ഓരോ പ്രക്ഷോഭവുമായി ഓരോ മൂവ്മെൻ്റ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ സാമൂഹ്യ മാധ്യമ കൂട്ടായ്മയല്ലേ? സാമൂഹിക മാധ്യമങ്ങളിൽ നൊടിയിടയിൽ ലക്ഷക്കണക്കിന് ഫോളോയിങ് ആണ് EJPക്ക് ഉണ്ടായത്. CJPക്ക് ഉണ്ടായതുപോലെ ഉണ്ടായില്ല എങ്കിൽ പോലും ഇനിയുള്ള ദിവസങ്ങളിൽ CJPക്കുള്ള സോഷ്യൽ പേജിൻ്റെ, അതായത് സാമൂഹ്യ മാധ്യമ പേജുകളുടെ, ട്വിറ്ററിൻ്റെയും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൻ്റെയും പേജുകളിൽ വൻപൻ കടന്നുകയറ്റങ്ങൾ ഉണ്ടാവാം. ഗവൺമെൻറ് ഒരു പക്ഷേ വീണ്ടും CJPയുടെ ആവിർഭാവ സമയത്ത് വെബ്സൈറ്റുകളെ നിയന്ത്രിച്ചതുപോലെ ഒരു നിയന്ത്രണങ്ങൾ കൊണ്ടുവരാം. ഇങ്ങനെ ഈ നിയന്ത്രണങ്ങളുമായി, പ്രചരണങ്ങളുമായി, വ്യാജ പ്രചരണങ്ങളുമായി, എതിർ പ്രചരണങ്ങളുമായി, അടിച്ചമർത്തലുമായി, പ്രക്ഷോഭവുമായി എത്ര കാലം മുന്നോട്ട് പോകാനൊക്കും? അപ്പം പാരമ്പര്യവാദികളായ സാമ്പ്രദായികമായ രാഷ്ട്രീയ കക്ഷികൾ ചെയ്യേണ്ട കടമ അവർ ചെയ്യാത്തത് കൊണ്ടാവും ഇങ്ങനെയുള്ള പുതിയ മൂവ്മെൻറ്റുകൾ രംഗത്ത് വരുന്നത് എന്ന് ചിന്തിക്കുന്നതല്ലേ സത്യം. അതുകൊണ്ട് രാഷ്ട്രീയ കക്ഷികൾ കണ്ണു തുറക്കേണ്ട സമയമായി, പ്രത്യേകിച്ച് പ്രതിപക്ഷ കക്ഷികൾ കണ്ണു തുറക്കേണ്ട സമയമായി. അവർക്ക് എന്തുകൊണ്ട് വിശ്വാസ്യത നഷ്ടപ്പെട്ടു? അവർക്ക് ചെയ്യുന്ന അവർക്ക് വോട്ട് ചെയ്തുകൊണ്ട് മാത്രം അവർ പ്രതിപക്ഷത്തിരിക്കുന്നു എന്നർത്ഥമില്ല. അവരെ വിലയ്ക്ക് വാങ്ങിയെടുക്കാൻ ഭരണപക്ഷത്തിന് കഴിയുന്നു. പാർട്ടികളിൽ പിളർപ്പുണ്ടാക്കി അല്ലെങ്കിൽ എൻ ബ്ലോക്ക് പാർട്ടികളെ അടർത്തി ഭരണപക്ഷത്തെ കൊണ്ടുപോകാൻ കഴിയുന്നു. അപ്പോൾ പോപ്പുലർ മാൻഡേറ്റ് എങ്ങനെയാണ് മുന്നോട്ട് പോവുക? അതുകൊണ്ടാണ് പ്രതിപക്ഷത്തിലുള്ള വിശ്വാസം. അതുമാത്രമല്ല, പണമുള്ളവരല്ലേ രാഷ്ട്രീയക്കാർ. ഈ പണമുള്ളവന് ഏറെ ഭയക്കാനുണ്ട്. EDയെ ഭയക്കണം, CBIയെ ഭയക്കണം, കേന്ദ്ര സർക്കാരിനെ ഭയക്കണം, ഘടനകളെ ഭയക്കണം, കോടതിയെ ഭയക്കണം, ഒക്കെ ഭയക്കണം. ഇങ്ങനെയുള്ള പാറ്റാക്കൂട്ടത്തിന് ഭയക്കേണ്ടതില്ല. ഭയരഹിതരായ ഒരു തലമുറ രംഗത്ത് വരുന്നു. ഓരോ കാര്യവും പിടിച്ച് അവർ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ സുരക്ഷ എവിടെ? ഇനി BJP പറയുന്ന ഒരു വാദത്തിലേക്കൂടെ വന്നുകൊണ്ട് അവസാനിപ്പിക്കാം. എന്താണ്? ഓരോ പ്രക്ഷോഭവും രാജ്യത്തെ ശിഥിലീകരിക്കാൻ രാജ്യവിരുദ്ധ ശക്തികൾ ഉപയോഗിക്കില്ല എന്നൊന്നും പറയാനാവില്ല. ഉപയോഗിച്ചേക്കാം. പക്ഷെ അത് കണ്ടെത്താനല്ലേ ഗവൺമെൻറ് സംവിധാനങ്ങൾ, രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ, റോയും ഒക്കെ അതിനുവേണ്ടിയല്ലേ. റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ഉണ്ട്, നമ്മുടെ CBI ഉണ്ട്, നമ്മുടെ മറ്റ് പല അന്വേഷണ ഏജൻസികളുണ്ട്, അല്ലേ? നാഷണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട എത്രയോ ടീമുകൾ വർക്ക് ചെയ്യുന്നു. അവർ പ്രവർത്തിക്കട്ടെ. ഈ ജനാധിപത്യം അടുത്ത ലെവലിലേക്ക്, ഇന്ത്യൻ ജനാധിപത്യം അടുത്ത ലെവലിലേക്ക് പോകുന്നു. വെറും ഒരു പാർട്ടി പോളിറ്റിക്സ് ബേസ്ഡ് ആയിട്ട് ജനാധിപത്യമല്ല, മറിച്ച് ജനകീയ പ്രക്ഷോഭങ്ങൾ. ഇപ്പോൾ ഒരു ജാസ്മിൻ റവല്യൂഷൻ്റെ ഒരു സ്പിരിറ്റിലേക്ക് ഇന്ത്യ വരുന്നു. ഭരണകൂടത്തിൻ്റെ ഇളക്കം അത് BJP മാത്രം ഭയക്കേണ്ട ഒരു കാര്യമല്ല. ആരിന്ത്യ ഭരിച്ചാലും ഇനി ഇങ്ങനെയുള്ള പ്രക്ഷോഭങ്ങളെ, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കടന്നു വരുന്ന ചിന്തകൾ, അത് ജനം നെഞ്ചിലേറ്റുന്ന ഘട്ടം വന്നാൽ പേടിക്കേണ്ടതുണ്ട്. പുതിയ രാഷ്ട്രീയം, പുതിയ ഒരു യുഗം ഇന്ത്യയിൽ തുടങ്ങിക്കഴിഞ്ഞു എന്നതാണ് നിരന്തരമായി വരുന്ന പ്രക്ഷോഭങ്ങളുടെ ബാക്കി പത്രം.